എന്നെ സംബന്ധിച്ച് ഞാൻ രാമായണത്തെ കാണുന്നത് ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി, അതൊരു ട്രാൻസ്ഫോർമേഷന്റെ ഒരു ഗൈഡാണ്. ഇറ്റ്സ് എ ഗൈഡ്. ആക്ച്വലി നമ്മുടെ എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും ഉണ്ടല്ലോ ഒരു ഗൈഡാണ്. നമുക്കത് ആ രീതിയിൽ ആരും പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ല എന്ന് മാത്രം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ശ്രീരാമസ്വാമി കാട്ടിൽ പോയി, അദ്ദേഹത്തിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, തിരിച്ചു കൊണ്ടുവന്നു, കല്യാണം കഴിഞ്ഞ രണ്ടാമത് അല്ല പണ്ടേ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, വീണ്ടും രണ്ടുപേരും സുഖമായിട്ട് ജീവിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ആരോ പറഞ്ഞു ഭാര്യ ശരിയില്ല എന്ന്, കൊണ്ടുപോയിട്ടു കാട്ടില്, അവള് പ്രസവിച്ചു, പിന്നെ 2 കുട്ടികൾ ഇങ്ങനെ രാമായണം പാടി വന്നു. അവസാനം ഇങ്ങനെ കുറച്ചു കാലം കൂടി താമസിച്ചു, ബസ് കഴിഞ്ഞു, രാമായണം പോവുകയാ. ഇതിപ്പോ മനസ്സിലാക്കാൻ എന്തത്ര പ്രയാസമുള്ളത്? ഏത് കുട്ടികൾക്കും അറിയുന്ന സ്റ്റോറിയാണ് രാമായണം അല്ലേ? രാമായണത്തിന്റെ എനിക്കൊരു എന്നെ ഒരു ഷോക്ക് ഏൽപ്പിച്ചത്, ഞാൻ ഒരിക്കല് തായ്ലൻഡിൽ പോയപ്പോൾ അവിടുത്തെ പഴയ രാജാവിന്റെ പാലസ്, ഓൾഡ് പാലസ്, ഇപ്പൊ രാജാവ് പുതിയ പാലസിലാണ്. ആ പാലസിന്റെ മുഴുവൻ ചുമരുകളിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ രാമായണമാണ് അവര് മ്യൂറൽസ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് പോലും ഇല്ലാത്തൊരു കൾച്ചർ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. പറയുമ്പോൾ തായ്ലൻഡ് ഈസ് പ്രോമിനൻ്റ്ലി ബൈ ബുദ്ധിസ്റ്റ്, അവരുടെ രാജ്യമാണത്. പക്ഷെ രാജാവിന്റെ കൊട്ടാരത്തിൽ ഈ രാമായണ കഥയാണ്. അപ്പൊ ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഹനുമാൻ സ്വാമി ചാടാൻ വേണ്ടി നിൽക്കുന്ന രംഗം, അപ്പൊ ഒരു പക്ഷിയുണ്ട്. അപ്പൊ ആ ഗൈഡ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു, ദിസ് ഇസ് അവരുടെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ദിസ് ബേർഡ് ഹീസ് നോട്ട് ഗെറ്റിംഗ് ദ നെയിം ഓഫ് ദ ബേർഡ്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചു, ആരെങ്കിലും പറയുന്നു. അപ്പൊ ഒരു പെൺകുട്ടി, യങ് ഗേൾ, അവൾ ആൻസർ പറയാണ്. അവൾ പറഞ്ഞു, ദാറ്റ് ബേർഡ് ഈസ് സമ്പാദി. അത് ലാംഗ്വേജ്, അവരുടെ ലാംഗ്വേജ്. പിന്നെ ഞാൻ ആ കുട്ടിയെ പരിചയപ്പെട്ടപ്പോൾ ഐ വാസ് റിയലി ഷോക്ക്ഡ്. ആ കുട്ടി ഒരു മുസ്ലിം കുട്ടിയാണ്, കറാച്ചിയിലാണ് വന്നത്. കറാച്ചിയിൽ നിന്ന് വന്നൊരു മുസ്ലിം കുട്ടി നമ്മുടെ ആ ഒരു ഇത് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന എന്തൊരു സന്തോഷം നോക്കും. അപ്പൊ അത്ര ഈ രാമായണത്തിന് സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇന്തോനേഷ്യയിൽ പോയി നോക്കുമ്പോണ്ടല്ലോ, ഇപ്പോഴും നിങ്ങളത് തന്നെ വേണം, തന്നെ വേണം. അവിടുത്തെ മുസ്ലിങ്ങളുണ്ടല്ലോ, അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ് രാംലീല. നമ്മുടെ ഭാരതത്തിന്റെ രാമായണത്തെ ലീലയായിട്ട്, ഒരു കഥയായിട്ട് അവർ ആടുന്നു മുസ്ലിങ്ങൾ. ഇത്ര ഒരു മഹത്തരമായൊരു സംസ്കാരം നോക്കൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് രാമായണത്തിന്റെ ഒരു സ്വാധീനം വളരെയധികം ഡീപ്പ് റൂട്ടഡ് ആയിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഭാരതീയരെ സംബന്ധിച്ച് ഇവിടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലെ രാമായണം രാമചരിതമാനസം എന്ന രീതിയിലും, തുളസി രാമായണം അതിന്റെ മൂലരൂപത്തിലും, പിന്നെ കമ്പരാമായണം തമിഴ്നാട്ടിലും, കേരളീയരെ സംബന്ധിച്ച് എഴുത്തച്ഛൻ നല്ല ശുദ്ധ മലയാളത്തിൽ ഭാഷാപിതാവായി അദ്ദേഹം അധ്യാത്മരാമായണം എന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും ഈ രാമായണം കിട്ടി ധന്യരാണ്. പക്ഷെ എന്ത് പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഭാരതീയരെ സംബന്ധിച്ച് അതിന്റെ അകത്തുള്ള സത്ത അത് ഉൾക്കൊള്ളാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് എന്നതാണ്. ആ രീതിയിൽ നമ്മളെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അവിടേക്കാണ് നമുക്ക് രാമായണത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രസക്തി. നമുക്കറിയാം, ഇന്ന് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ക്യാരക്ടർ വളരെ മോശമാണ്. ക്യാരക്ടറിന് പ്രാധാന്യം കൊടുക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടോ എഡ്യൂക്കേഷൻ ഉണ്ട്, കൾച്ചർ ഇല്ല. ഈ രീതിയിൽ നമ്മൾ പോകുമ്പോഴാണ് സമൂഹത്തിന്റെ വഴിതെറ്റുന്നത് എന്നുള്ളത് നമ്മൾ ദിനം പ്രതി പത്രത്തിലൂടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞതുപോലെ ഇവിടെയൊക്കെ രാമായണത്തിന് നമ്മളെ വഴിതിരിക്കാൻ, വഴി തെളിയിക്കാൻ സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ രാമായണമൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, രാമായണത്തിലൂടെ 2 കാര്യങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ എല്ലാ മനുഷ്യ മനസ്സിലും രാമ സംസ്കാരവുമുണ്ട്, എല്ലാ മനുഷ്യ മനസ്സിലും രാവണ സംസ്കാരമുണ്ട്. നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ രാവണൻ എന്നൊക്കെ പറയുമ്പോഴല്ലോ, നമുക്ക് എളുപ്പം കഥ പറയുമ്പോൾ 10 തലയുള്ള ഒരു മനുഷ്യൻ എന്നൊക്കെ ചിത്രം വെച്ചിരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം ലോകത്തിൽ ഉണ്ടാവുമോ? 10 തലയുള്ള ഒരാള്, 10 തലയുള്ള ഒരാള് ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയൊക്കെ ഒരു കഥാപാത്രത്തെ ചിത്രീകരിക്കുക എന്നുള്ളത്. അങ്ങനെ കുട്ടികൾക്കും എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക നമ്മള്, രാവണൻ 10 തലയുള്ള ഒരു രാവണൻ എന്നൊക്കെ. ശരിയാണ്, കഥ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വരാം, 10 തലയുള്ള രാവണൻ. പക്ഷെ ഈ 10 തലയുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? രാവണൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിന് അർത്ഥമാക്കുന്നത്? അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്.
ദശമുഖൻ എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര്. ദശാനന് ദശമുഖൻ എന്നൊക്കെയാണ്. 10 ഇന്ദ്രിയങ്ങളിലേക്കും മുഖം തിരിച്ച് തൻ്റെ സുഖത്തിന് വേണ്ടി, സ്വാർത്ഥ സുഖത്തിന് വേണ്ടി മറ്റുള്ളവരെ കരയിപ്പിക്കുന്ന കഥാപാത്രത്തെയാണ് രാവണൻ എന്ന് പറയുക. മറ്റുള്ളവരെ കരയിപ്പിക്കുക, വേദനിപ്പിക്കുക, വിഷമിപ്പിക്കുന്ന അങ്ങനെയുള്ള സംസ്കാരമുള്ളവരെയാണത്രേ എന്താ പറയാ, രാവണൻ. അല്ലാതെ 10 തലയായിട്ട് നിങ്ങൾ കഥയിൽ എടുക്കരുത്. കുട്ടികളോട് പറയുമ്പോൾ ഓക്കെ, നമ്മൾ മുതിർന്നവരാകുമ്പോൾ അങ്ങനെയൊന്നും പറയരുത്. കാരണം ഒക്കെ നമ്മൾ കുറച്ച് ഉയരാണോ. ഒന്നുകിൽ 10 തലയുള്ള ഒരാൾക്ക് പല്ല് തേക്കാൻ എത്ര വിഷമമുണ്ട്, അതെങ്കിലും ആലോചിച്ചൂടെ നമുക്ക്. ഒരു പല്ലൻ്റെ ഒരു വായലുള്ള പല്ല് തേക്കാൻ തന്നെ നമ്മൾ അത്ര കഷ്ടപ്പെടുന്നു ഇല്ലേ? ഒരു തലയ്ക്ക് ജലദോഷം വന്നാൽ തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ട്, പിന്നെന്തോ അദ്ദേഹത്തിന് 10 തലയ്ക്ക് ജലദോഷം വന്നുള്ളൊരു കാര്യം. അപ്പം ആ രീതിയിൽ കുട്ടികളോടൊക്കെ പറയുമ്പോൾ ഓക്കെ. പക്ഷെ മുതിർന്നവരായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, രാവണൻ അദ്ദേഹത്തിന് പേര് കിട്ടുന്നതിൻ്റെ രസമാണ്. പണ്ട് ശിവനെ പോയി പരിഹസിക്കുകയാണ് അദ്ദേഹം. കൈലാസത്തെ ഇളക്കി മറച്ചു എന്ന കഥ പറയുന്നത്. തൻ്റെ കൈകൊണ്ട് കൈലാസം ഇറക്കിയപ്പോൾ ഭഗവാൻ പെരുവിരലൂതിക്കൊണ്ട് ആ വിരലിനെ ഒന്ന് അമർത്തി വെച്ചു അത്ര. വേദന സഹിക്കവയ്യാതെ ഉച്ചത്തിൽ കരഞ്ഞു എന്നാണ്. അങ്ങനെ ലോകം മുഴുവൻ തൻ്റെ കരച്ചിൽ കേൾപ്പിച്ചത് കൊണ്ടാണ് അത്രേ അദ്ദേഹത്തിന് ദശാനന് എന്ത് പേര് വന്നത്, രാവണൻ എന്നുള്ള പേര് വന്നത്. രാവണൻ എന്നുള്ള പേരിനർത്ഥം കരയിപ്പിക്കുന്നവെന്നർത്ഥം. നമ്മുടെ ഇടയിൽ വലിയ കുറച്ച് രാവണന്മാര്, നമ്മളിൽ തന്നെ നല്ലോണം ഉണ്ട് ഈ സാധനം. കുട്ടികളോട് ചോദിച്ചാൽ അറിയും, രാവണനോ അതേ ഉള്ളൂ എൻ്റെ വീട്ടിലെന്ന്. ഇന്നത്തെ കുട്ടികൾ നല്ലോണം ഉത്തരം പറയുന്നത്. വലിയ രാവണൻ, ചെറുതൊന്നുമല്ല സ്വാമി എന്ന് പറയില്ലേ. അപ്പൊ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, മറ്റുള്ളവരെ കരയിപ്പിക്കുക, വേദനിപ്പിക്കുക, ഈ രീതിയിലുള്ള സംസ്കാരം എല്ലാ മനുഷ്യ മനസ്സിലും ഉണ്ട് കുറച്ചെങ്കിലും. മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവരെ ഉയർത്തുന്ന, ഒന്നിപ്പിക്കുന്ന, ഒരു യൂണിറ്റി, ഹാർമണി ഉണ്ടാക്കുന്ന സംസ്കാരമുള്ള മനസ്സുകളെയാണ് രാമൻ എന്ന് പറയുന്നത്. സന്തോഷം കൊടുത്തുകൊണ്ട് ഒന്നിപ്പിക്കുന്നവര്, സന്തോഷം കൊടുത്തുകൊണ്ട് ഐക്യത്തിലേക്ക് നയിക്കുന്നവര്, ഈ രീതിയിലുള്ള സംസ്കാരം ഉള്ളവരൊക്കെ ആരാണ്? രാമസംസ്കാരം ഉള്ളവരാണ്. ഇനി നിങ്ങൾ പറയൂ, ഏതായിരിക്കും കൂടുതൽ? ദിവസവും നമ്മൾ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് സംസ്കാരത്തെയാണ് കൂടുതൽ കാണുന്നത്? രാവണ സംസ്കാരത്തെയാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ മനുഷ്യ മനസ്സിന് 2 സംസ്കാരങ്ങളുണ്ട്. രാമസംസ്കാരവുമുണ്ട്, രാവണ സംസ്കാരവുമുണ്ട്. ഈ രാമസംസ്കാരത്തെ ഇന്ന് രാവണ സംസ്കാരം മൂടിയിരിക്കുകയാണ്. വാസ്തവത്തിൽ എല്ലാവരിലും രാമസംസ്കാരമാണ് അന്തർലീനം. നിങ്ങൾ നോക്കൂ, ഒരു കുട്ടി ജനിച്ചു വരുന്ന സമയത്ത് ആ കുട്ടി വളരുന്നതിനനുസരിച്ച് കുട്ടിക്കാലത്ത് ആ കുട്ടിയുടെ സ്വഭാവങ്ങളൊക്കെ ആരുടേതായിരിക്കണം? രാവണന്റെയോ? പിന്നെ നിങ്ങളുടെ കുട്ടി ശരിക്കും നിങ്ങളുടെ കുട്ടീനെ ആയിരിക്കണം. ഒരു കുട്ടി ജനിച്ച് വളർന്നു വരുന്ന സമയത്ത് ആ കുട്ടിയിൽ ഡോമിനന്റ് ആയിരിക്കുന്ന സംസ്കാരം രാമന്റെ സംസ്കാരമാണ്. അതാണല്ലോ കുട്ടിയിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നത്. നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഒരു 10 മിനിറ്റ് നേരം നിങ്ങൾക്ക്, ഒരു അരമണിക്കൂർ, 10 മിനിറ്റ് വേണ്ട, അരമണിക്കൂർ നിങ്ങളെ ഒരു കുട്ടിയുടെ അടുത്ത് പിടിച്ചിരുത്തായിരിക്കുക. നിങ്ങൾക്കൊരു ഓപ്ഷൻ തരികയാണ്. ഒന്നുകിൽ കുട്ടിയുടെ അടുത്തിരുത്തണോ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു 10-80 വയസ്സുള്ള ഒരാളെടുത്ത് പിടിച്ചിരുത്തണോ. ഒരു 80 വയസ്സുള്ള ഒരാളെടുത്ത്. ഈ ഓപ്ഷൻ തന്നാൽ നിങ്ങൾ ഏതാവും ചൂസ് ചെയ്യുന്നത്? വയസ്സായിട്ടുള്ളവരൊക്കെ ക്ഷമിക്കണേ, ഏതായിരിക്കും? അതെന്താ കുട്ടിയുടെ അടുത്ത് നിങ്ങൾക്ക് ഇത്ര താല്പര്യം? എന്തുകൊണ്ട് വയസ്സായിട്ടുള്ളവരെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവിടെ ഇരിക്കാൻ തോന്നുന്നില്ല? കാരണം നമുക്കറിയാം നല്ല രാവണൻ അതിൻ്റെ അകത്തുണ്ട് എന്ന്. കുട്ടിയുടെ അടുത്താണെങ്കിൽ കുറച്ചൊക്കെ രാമനായിരിക്കും, നമുക്ക് ഇത്തിരി സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ശരിയാണോ ഞാൻ പറയുന്നത്? അപ്പൊ ഒരു കുട്ടി ജനിച്ച് വളർന്ന് വരുന്ന സമയത്ത് ആ കുട്ടിയിൽ കൂടുതൽ രാമനാണ്. പിന്നെ സാഹചര്യം കൊണ്ടും അവൻ വളർന്നു വരുന്ന ചുറ്റുപാടിനെ കൊണ്ടും അവന്റെ മനസ്സ് ക്രമേണ രാവണനിലേക്ക് മാറിപ്പോവാണ്. സ്വാർത്ഥത ആയി പോവുകയാണ്. ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുമ്പോഴല്ലോ നമ്മളും അറിയാതെ കൊണ്ട് സ്വാർത്ഥന്മാരായി മാറും. ഇൻഫ്ലുവൻസിൽ വരുന്നതാണ്. വാസ്തവത്തിൽ കൈകേയി നല്ല സ്ത്രീയാണ്. മന്ദരയുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ ഒരു നിമിഷം കൊണ്ട് മനസ്സ് പതറി ഉള്ളിലുള്ള രാമസംസ്കാരത്തിൽ നിന്നും രാവണ സംസ്കാരത്തിലേക്ക് വന്നു.
സ്നേഹിച്ച ഭർത്താവിനെ മാനസികമായി തളർത്താൻ കൈകേയിക്ക് സാധിച്ചു. എല്ലാ മനുഷ്യ മനസ്സിലും മറ്റൊരു മനസ്സിനെ തളർത്താനുള്ള ഒരു രാവണ സംസ്കാരമുണ്ട്, ഉണ്ടല്ലേ? ഇവിടെയാണ് രാമായണം നമുക്ക് ചിന്തിപ്പിച്ചുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഈ രാവണ സംസ്കാരത്തെ വീണ്ടും നമുക്ക് പരിവർത്തനം വരുത്തി ഇതിലേക്ക് കൊണ്ടുവരാം, രാമസംസ്കാരത്തിലേക്ക്. എന്തിനാ നമ്മൾ രാമസംസ്കാരം വളർത്തിയെടുക്കുന്നത്? അതിനെന്താ കാരണം? അതിന് വളരെ ശാസ്ത്രീയമായ ഒരു വീക്ഷണമുണ്ട്. എന്തിനാണ് നമ്മൾ രാമസംസ്കാരം വളർത്തുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, വൈ ഷുഡ് ഐ ബിക്കം ഗുഡ്? എനിക്കെന്തിനു നല്ലവനാവണം? നിങ്ങൾ ഈ നല്ലത് പറഞ്ഞ് ധാർമ്മികത പറഞ്ഞ് ഈ സൊസൈറ്റി ഇന്ന് വളരെയധികം ക്രുക്കഡായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് എനിക്ക് ക്രുക്കഡ്നെസ്സിൽ പണം ഉണ്ടാക്കിക്കൂടാ? എന്തുകൊണ്ട് എനിക്ക് ചീറ്റ് ചെയ്തുകൂടാ? എന്തുകൊണ്ട് എനിക്ക് വളഞ്ഞ വഴിക്കൊക്കെ ജീവിച്ചു? എന്തുകൊണ്ട് എനിക്ക് വാട്ട് എവർ ഐ വാണ്ട് ഐ കൻ ഡു? വൈ യു ആർ ഒബ്ജക്റ്റിംഗ് മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഉത്തരം പറയാനുള്ളത്? ഞാൻ വസ്ത്രമില്ലാതെ നടക്കണം, വൈ ഷുഡ് യു ബോദർ അബൌട്ട് മീ? നിങ്ങൾ എന്നെക്കുറിച്ച് എന്തിനു ബോദർ ചെയ്യണം ചോദിക്കുന്ന സമൂഹത്തിലല്ലേ? ഞാൻ കള്ളു കുടിക്കണം, വൈ ഷുഡ് യു ബോദർ അബൌട്ട് മീ? എനിക്കൊരാളെ പറ്റിക്കണം, വൈ ഷുഡ് യു ബോദർ അബൌട്ട് മീ? ഇത് എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ എനിക്ക് എന്തുകൊണ്ട് ജീവിച്ചുകൂടാ ചോദിക്കുന്ന തലമുറയല്ലേ ഇന്ന്? ആണോ? ഇന്നത്തെ ചെറുപ്പക്കാരുടെ തലമുറ ഞാൻ പറയുന്നതാണോ? ആണോ അല്ലയോ? ഇന്ന് അച്ഛനമ്മമാര് നിസ്സഹായരാണ്. അവരെന്ത് തോന്നിവാസം ചെയ്താലും അതിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. നോക്കൂ നിങ്ങളുടെ പത്രത്തില്, പാവം ചില അച്ഛനമ്മമാരെ അറിയുന്നില്ലേ കുട്ടികളെ എങ്ങോട്ടാ പോകുന്നത്, എന്താ ചെയ്യുന്നത് എന്നുള്ളത്. അവർക്ക് അറിയുന്നില്ല. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഉടനെ ത്രട്ടൻ ചെയ്യും. മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നു പറയുന്ന, ബൈക്ക് മേടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നു പറയുന്ന, ത്രട്ടൻ ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആണോ? ഈ ഒരു സംസ്കാരത്തിൽ നിന്നും ഇതിൽ നിന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാഹചര്യം മനുഷ്യനെ വളരെയധികം സ്വാധീനിക്കുന്നത്. അപ്പൊ ചോദ്യം അവശേഷിക്കുകയാണ്, ഞാൻ എന്തിന് നല്ലവനായി ജീവിക്കണം? എനിക്കെന്തുകൊണ്ട് എനിക്ക് തോന്നിയതുപോലെയൊക്കെ ജീവിച്ചുകൂടാ? അവിടേക്കാണ് നമുക്ക് രാമായണത്തിൽ നിന്ന് ആന്തരികമായ ചില തത്വങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ 16-ാം അധ്യായത്തിൽ ഗീതയിൽ പറയും, നമ്മുടെ ഉള്ളിലുണ്ടല്ലോ 2 സംസ്കാരങ്ങളുണ്ട്. ഏതൊക്കെയാണ് അത്രേ ഭഗവാൻ ഗീതയിൽ പറയും? നിങ്ങൾക്ക് ഗീത ഇത്തിരി പരിചയം ഉണ്ടെങ്കിൽ എളുപ്പം രാമായണത്തെ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഭഗവാൻ പറയും, നമ്മളിലൊക്കെ ദൈവീക സമ്പത്തുമുണ്ട്, എന്തായിരിക്കും അടുത്തത്? ആസുരിക സമ്പത്തുമുണ്ട്.